എന്തോന്ന് വെച്ചത്? തിന്നിട്ട് കൈ കഴുകിയില്ലേ? എന്നിട്ട് കൈയൊക്കെ കഴുകി മൈലാഞ്ചിയാ. നന്നായിട്ടുണ്ട്. വിരലൊന്നും ഇല്ലല്ലോ പാറുവേ. തിന്നുവാണ് ഇതൊക്കെ. ചേച്ചിയുടെ ഭർത്താവുണ്ടല്ലോ, കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഭയങ്കര വലിയ കിടിലായിരുന്നു, വലിയ ഗുണ്ടായിരുന്നു. അല്ലേ? 8 മടിയുടെയൊക്കെ ആയിട്ട് നടന്ന പുള്ളിയാണെന്ന്. ആമ്പിള്ളേരാകുമ്പോ അങ്ങനെയൊക്കെ ഉണ്ടാവും. ചേച്ചി അളയനെ ഒരു പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ആൾക്കാര്. കോളേജിൽ പഠിക്കുമ്പോഴല്ലേ അങ്ങനെയൊക്കെ ഉണ്ടാവും. ചേച്ചി ഞാൻ ഈ പറഞ്ഞിട്ടൊന്നും ചേച്ചിക്കൊരു എക്സ്പ്രഷൻ ചേഞ്ച് ഇല്ലാത്ത. നിനക്ക് എന്താടാ, നീ മണ്ടറാണ് അവൻ പറയുന്നൊക്കെ വിശ്വസിക്കാൻ? അതോ കോളേജിൽ പഠിക്കുന്ന സമയത്ത് അളയന്റെ തലക്കിട്ട് കൊട്ടിട്ടുണ്ടെന്ന് പിള്ളേര്. അങ്ങനെ പറഞ്ഞോ? ഞാൻ അളയെ കിടിലാണെന്നാണ് പറഞ്ഞത്. എവള് മാറ്റി പറയാണ് കുരിപ്പ്. പെയിന്റിന്റെ മണം, ക്യൂടെക്സിന്റെ മണം. പുതിയ നെയിൽ പോളിഷ് ആണെങ്കിൽ തൊട്ടോരുത്. അത് തന്നെ, നമ്മളെന്തായാലും കയ്യിലോ മുഖത്തോ വല്ലതും തേച്ചോണ്ടിരിക്കുമ്പോഴത്തേക്ക് താന്ന് പറയും. ഞങ്ങളിപ്പോ തരത്തില്ല. എന്തോന്നടേ, ഒരു നെയിൽ പോളിഷ് ഒന്ന് നോക്കാൻ തരുമോന്നേ ചോദിച്ചോളൂ. ഇത്ര ബഹളം ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നും ഇല്ല. മക്കൾക്ക് ഈ വക സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിട്ടേ മാസാമാസം ചിക്കിളേണി തരുന്നില്ലേ? ആ കാശും കൊണ്ട് അങ്ങ് മേടിച്ചാ മതി. ഇങ്ങനെയൊക്കെയാണോ സംസാരിക്കണേ? പിന്നെ അല്ലാണ്ട് കഴിഞ്ഞ തവണ വന്നപ്പോഴത്തേക്കും എന്റെ നെയിൽ പോളിഷ്, എന്റെ ലിപ്സ്റ്റിക്, എന്റെ ഷാമ്പു, എന്റെ ബോഡി ലോഷൻ ഇതൊക്കെ അടിച്ചോണ്ട് പോയില്ലേ? ഇതൊന്നും ഞാൻ കൊണ്ട് തിന്നൊന്നും ഇല്ല. ചെന്നൈ ഇരിപ്പുണ്ട്, വേണേ കൊണ്ട് തരാൻ ഇങ്ങോട്ടേക്ക്. ആ സാധനങ്ങളൊക്കെ അവിടെ തന്നെ ഇരിക്കട്ടെ. മക്കൾക്ക് ഇത് ഉപയോഗിക്കണ്ട, മക്കൾ അത് തന്നെ ഉപയോഗിച്ചാൽ മതി. അയ്യോ, അല്ലെങ്കിൽ തന്നെ ആർക്കാണ് ഇയാളുടെ സാധനങ്ങള്? എന്തെങ്കിലും ഒന്ന് എടുത്താ മതി, പിന്നെ മനസ്സമാധാനം തരൂല. എന്തൊരു ജാടയാണ് ചേച്ചി. ഇച്ചിരി ജാട കൂടുതലാ. ഇനി ഇവിടെ നിന്നാലേ ശരിയാവത്തില്ല. എന്തൊരു മോശ സ്വഭാവമാണ് ചേച്ചി. കുഴപ്പമില്ല. എന്ത് സ്വഭാവമാണോ ചേച്ചിയാ? എന്റെ വിധി. കുറ്റം പറയാൻ പറ്റില്ലല്ലോ, ഒരു ചേച്ചി തന്നെ കേട്ടാ ചേച്ചി. ചില സമയം ചേച്ചി എന്താണ് മൂഡൌട്ടാണോ? കലിപ്പിലായിരുന്നല്ലോ നേരത്തെ. ഓ, ഞാൻ കലിപ്പിട്ടത് മാത്രമേ കണ്ടുള്ളൂ. അവള് കലിപ്പിട്ടൊന്നും കണ്ടില്ലല്ലേ? അപ്പോ അല്ലെങ്കിൽ അങ്ങനെയല്ലേ വരത്തുള്ളൂ. ഞാനാണോ ഈ വീട്ടിലെ മെയിൻ പ്രശ്നക്കാരി? ഈ കാര്യത്തിൽ നീ തന്നെയാണ് മെയിൻ പ്രശ്നക്കാരി. പക്ഷെ എന്നാലും ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ, ശിവാനിയുടെ അടുത്ത് അങ്ങനെ ഒന്നും പറയണ്ടായിരുന്നു. എങ്ങനെ പറയണ്ടായിരുന്നു? ഞാൻ ആ ക്യൂടെക്സ് കൊടുക്കണായിരുന്നു എന്നാണ് നീ പറഞ്ഞു വരണേ? എന്റെ സിദ്ധു അവളുടെ ഇല്ലാഞ്ഞിട്ടൊന്നും അല്ല, എല്ലാം മേടിച്ച് അവിടെ പൂഴ്ത്തി വെക്കുന്നതുകൊണ്ടാണ്. ഞാൻ ഒന്നും പറഞ്ഞില്ല, നീ എന്താന്ന് വെച്ചാൽ കാണിക്കും. എന്താ ലച്ചു? ഒന്നുമില്ല. ഒന്നുമില്ലാഞ്ഞിട്ടാണ് അവൻ ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോയെ. അവൻ പറയാ അവനെ ഞാനായിട്ടുള്ള ബന്ധത്തിന് താല്പര്യമില്ലെന്ന്. എങ്ങനെ താല്പര്യം കാണിക്കും? ഇതല്ലേ പ്രകൃതം. ഓ, ഇനിയിപ്പോ ബാക്കി അമ്മൂമ്മയുടെ വകയായിരിക്കും അല്ലേ? അയ്യോ, ഞാനൊന്നും പറയാൻ വരുന്നില്ലേ, എന്നെ വിട്ടേക്ക്. അമ്മ, அந்த மத்தங்க நம்ம என்ன செய்யலாமா? അതെ, അതെടുത്ത് അപ്പുറത്തെ പറമ്പിലോട്ട് എറിയും. சரி அம்மா. நீ இதோட போவா? அப்புறത്തെ പറമ്പിல தூக்கி வீசறதுக்கு? എന്റെ കൊച്ചേ, என்னம்மா தூக்கி வீச வேண்டாமா? அப்படினா உடைச்சு கறி வைக்கட்டா? ഉടച്ചോ ഉടയ്ക്കാതോ എങ്ങനെയാന്ന് വെച്ചാ കറി വെക്ക്. അമ്മൂമ്മ, ചില ആൾക്കാരെ കുറച്ച് പരാതിയും പറഞ്ഞുകൊണ്ട് വരും. അതൊന്നും കേൾക്കാൻ ചെവി കൊടുക്കല്ലേ. ഞാനെന്താ പരാതിപ്പെട്ടിയോ ചെവി കൊടുക്കാൻ? നീ സിദ്ധുവായിട്ട് എന്തെങ്കിലും വഴക്കിട്ടോ? അമ്മമ്മ, സിദ്ധോളനായിട്ട് ഒരു വഴക്കുമില്ല. ശിവചേച്ചി ലച്ചേച്ചി തമ്മിൽ ചെറിയൊരു വഴക്ക്. അത് പറ. അയ്യോ, എന്നാ ഞാൻ ഇവിടെ നിൽക്കുന്നില്ല, ഞാൻ അങ്ങ് പോവാ. നീ അമ്മൂമ്മ പോവല്ല അമ്മൂമ്മ, കാര്യം അമ്മൂമ്മ ഇവിടെ അറിഞ്ഞിട്ട് പോയാ മതി. എന്റെ പൊന്നു മോളെ, നിങ്ങൾ തമ്മിലുള്ളത് നിങ്ങൾ തമ്മിൽ തീർത്തോളുക. ഇനി ഞാൻ എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞ ഒരാളുടെ പക്ഷം ചേർന്നു എന്നും പറഞ്ഞോണ്ട് എന്റെ മെക്കിട്ട് കയറാൻ വരും. എന്നെ വെറുതെ വിട്ടേ. മാറി. உங்களுக்குள்ள என்ன பிரச்சனை? ഞാൻ പറഞ്ഞുതരാം. നീ പറയണ്ട.
ഞാൻ പറഞ്ഞുതരാം, നടക്കാൻ. അയ്യോ ആന്റി, ഉള്ള കള്ളം മുഴുവൻ പറഞ്ഞു തരും. അതൊന്നും കേട്ട് വിശ്വസിക്കല്ലേ. അയ്യോ, ഇയാള് പറയുന്ന മൊത്തം വെള്ളം തൊടാതെ അങ്ങ് വിശ്വസിക്കാമല്ലോ. അരി നടക്കാൻഡി, നടക്ക്. ശിവചേച്ചി, ഇപ്പല്ലേ ചേച്ചിയുടെ മൂഡ് ശരിയല്ല. മൂഡ് ശരിയാവുമ്പോ ചേച്ചിക്ക് വേണ്ട എല്ലാം എടുത്തേ. അയ്യോ, മാഡത്തിന്റെ ഉപദേശത്തിന് ഭയങ്കര നന്ദി.